മനീഷിന്റെ ജീവിതം നന്നാവാൻ ഗൾഫിൽ പോകുന്നതാണ് നല്ലതെന്ന് ചന്ദ്രിക. ആ വാക്കുകളെ എതിർത്ത് മനീഷിന്റെ പോക്കറ്റിൽ എവിടെ നിന്ന് പൈസ വന്നു എന്ന സംശയവുമായി ലൈല. TV സീരിയലിൽ അഭിനയിക്കാൻ അഡ്വാൻസ് കിട്ടിയതായി മനീഷ് കള്ളം പറയുന്നു. നന്ദനയുടെ സ്ഥലത്തിന് അഡ്വാൻസ് വാങ്ങി കള്ളത്തരം കാണിച്ച മനീഷിനെ അന്വേഷിച്ച് SI എത്തുന്നു. മനീഷിന്റെ കള്ളത്തരത്തിൽ മനംനൊന്ത് സുമിത്ര. ഇനി തുടർന്ന് കാണുക. മനീഷേ ഡാ. എന്താ മുറിയിലങ്ങ് ഒതുങ്ങിക്കൂടിയത്? എങ്ങോട്ടും പോകുന്നില്ലേ? ഓ, എവിടെ പോകാനാ? ആദ്യം മാറേണ്ടത് നിന്റെ ഈ വിചാര. എവിടെ പോവാനാ, എന്തിനു പോവാനാ, എന്ത് ചെയ്യാനാ? എവിടെ പോയി എന്ത് ചെയ്തിട്ടായാലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടാവണം. അതാണ് ജീവിതത്തിൽ ആദ്യം വേണ്ടത്. ഞാൻ ആഗ്രഹിക്കാത്തതല്ല. എന്നിട്ടതിന്റെ പ്രയോജനം ഒന്നും കാണുന്നില്ലല്ലോ. അത് കഷ്ടകാലം കാരണം. ഓ, ഒരു ജോത്സ്യനെ കാണുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതെന്തിനാ? ഈ വീടിന് എന്തോ ദോഷമുണ്ട്. അതാ എല്ലാ കുഴപ്പത്തിന്റെ അടിസ്ഥാന കാരണം. ഇവിടെ താമസിച്ചുകൊണ്ട് ഒരു കാര്യം ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല. അമ്മ ഒന്ന് ആലോചിക്കേ, എന്നെങ്കിലും നമുക്ക് ഈ വീട്ടിൽ നിന്ന് സമാധാനം കിട്ടിയിട്ടുണ്ടോ? എന്നും പ്രശ്നം. എന്തോ വാസ്തുദോഷമുണ്ട്, അതുറപ്പാ. സ്വയം രക്ഷപ്പെടാനായി നീ ചുമ്മാ ഓരോ കാരണം കണ്ടുപിടിക്കണ്ട. ഇതേ പനിക്കൽ വീട്ടിലാ നമ്മളെല്ലാവരും കൂടി ഒരു സമയത്ത് സന്തോഷത്തോടെ ജീവിച്ചത്. ശിവരാമേട്ടന്റെ ഭാര്യയായി ഇവിടെ വന്ന അന്നു മുതലുള്ള ഓരോ ദിവസവും എന്റെ ഓർമ്മയിലുണ്ട്. പുത്തം പെണ്ണായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ വളർത്തമ്മയായിട്ടാ. ശിവരാമേട്ടന്റെ മോൾ നന്ദനിക്ക് അന്ന് 1.5 വയസ്സാണ് പ്രായം. സ്വന്തം അമ്മ വിദ്യാഭാരതി തള്ളിപ്പറഞ്ഞു കുഞ്ഞ്. അതായിരുന്നോ അമ്മ ഈ വീട്ടിൽ അനുഭവിച്ച മനസമാധാനം? നിന്റെ അച്ഛന്റെ സ്നേഹത്തിന്റെ മുമ്പില് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ശിവരാമേട്ടന്റെ മോൾ. അങ്ങനെ ഞാൻ നന്ദനെ കണ്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങളുണ്ടായി. മൊത്തം 4 മക്കൾ. ഒന്നിനും ഒരു കുറവും വരാതെ നോക്കുമായിരുന്നു ശിവരാമേട്ടൻ. പിന്നൊരു സമയത്തെ കുറവുകൾ മാത്രമായിരുന്നു. അതെന്താ പറയാത്തത്? ശിവരാമേട്ടന്റെ മരണത്തോടെയാ ഒക്കെ കൈവിട്ടു പോയത്. ജീവിതമേ മാറി മറിഞ്ഞു. അധികം ലാളിക്കാതെയും കൊഞ്ചിക്കാതെയും വളർത്തിയതുകൊണ്ടായിരിക്കും നന്ദന രക്ഷപ്പെട്ടു. ഓ, ഞങ്ങളെ ഭയങ്കരമായിട്ട് ലാളിച്ചാണല്ലോ വളർത്തിയത്. അതേടാ, നിന്റെ ഓർമ്മയിൽ അതൊന്നും ഉണ്ടാവില്ല. ശിവരാമേട്ടന്റെ മനസ്സിലെ നന്ദനയ്ക്കായിരുന്നു 1ാം സ്ഥാനം. അത് ശരിയാ. പക്ഷേ നിന്നെയും അനിലെയും അമ്പിളിയെയും ആ മനുഷ്യൻ അതേ അളവിൽ സ്നേഹിച്ചു. വേണ്ടതെല്ലാം തന്നു, പഠിക്കാനും വിട്ടു. പക്ഷെ നിങ്ങളെ ഗതി പിടിച്ചില്ല. അത് ഈ വീടിന്റെ ദോഷം കൊണ്ടൊന്നുമല്ല, എനിക്ക് യോഗമില്ലാതെ പോയി. പഠിച്ചൊരു ഡിഗ്രി എടുക്കാൻ പോലും എന്റെ 3 മക്കൾക്കും കഴിഞ്ഞില്ല. ഞാൻ ITA പാസ്സായതാ. അതത്ര മോശം കാര്യമൊന്നുമല്ല. എന്നിട്ട് ഒരു തൊഴിലും ചെയ്യാതെ നീ ഇങ്ങനെ നടക്കുന്ന മോശമായ കാര്യം. +2 ഒന്ന് പാസ്സാവാൻ അനിലേക്കും പറ്റിയില്ല. പിന്നെ അമ്പിളി നേഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂർ പോയതാ. എന്നിട്ട് എവിടെയാ, ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല. ഏറ്റവും ഇള്ളപ്പിള്ളയായിട്ടും എന്റെ കൈ നേരെ തല്ലും വഴക്കും കിട്ടിയത് അവൾക്കാ. അവൾ എന്തെങ്കിലും തിരിച്ചു വരും. ഇനി എന്ന് വരാനാ? എത്ര നാളായി കാണാതായിട്ട്. ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. പെൺമക്കളെ കുറിച്ച് അമ്മയ്ക്ക് എപ്പോഴും ചിന്ത. ഞാനൊരാൾ ഈ വീട്ടിലുണ്ടല്ലോ. ഓ, നമുക്ക് എന്നും അവഗണന തന്നെ. നീ ചെറിയ കുട്ടിയാണോ മനുഷ്യ? പ്രായം എത്രയായി? നിനക്കൊരു ഭാര്യയില്ലേ? അവഗണിക്കുന്നു പോലും. ഒരു കണക്കിന് ആ പറഞ്ഞത് ശരിയാ. അവഗണിക്കുന്ന നീയാണെന്നേ ഉള്ളൂ. എന്നെ, ഈ വീടിനെ, എന്തിന് ലൈല വരെ നീ അവഗണിക്കുന്നു. നാളെ എന്നൊരു ചിന്ത ഇത്രയും നാളായിട്ട് നിനക്കുണ്ടായിട്ടില്ല. ഓരോ ദിവസവും നേരം വെളുക്കുന്നു, വൈകുന്നു, എങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടുന്നു, അത്ര തന്നെ. അതിനിടയ്ക്ക് നീയായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഉണ്ടായി പോകുന്നതാ. അതെ, ഉത്തരവാദിത്വം ഇല്ലാത്തോണ്ടാ. നീ എന്നെ പേടിക്കണ്ട. പക്ഷെ നിന്നെ തന്നെ നിനക്ക് കുറച്ച് പേടി വേണം മനുഷ്യ. വല്ലപ്പോഴും നീ അച്ഛന്റെ ഫോട്ടോയിലേക്കൊന്ന് നോക്കണം. ഓർക്കണം അദ്ദേഹത്തെ. ജീവിതത്തിൽ അമിതമായി ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു കുട്ടിയുള്ള ശിവരാമേട്ടനെ കല്യാണം കഴിക്കില്ലായിരുന്നു. പിന്നെ എന്തിനാ അമ്മ അച്ഛനെ സ്വീകരിച്ചത്? ആ നന്മ കണ്ടിട്ട്. കോവിലകത്തെ പെണ്ണിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഒറ്റപ്പെട്ടു പോയ ആ നിസ്സഹായത മനസ്സിലാക്കിയിട്ട്.
എന്നിട്ടും ദൈവം എന്നെ പരീക്ഷിച്ചു. ഇന്നും ആ പരീക്ഷണം തുടരുക. ഞാനും അനിലേയും ചിന്തിക്കുന്നു അത് തന്നെ. പനക്കിലെ ശിവരാമന്റെയും സുമിത്രയുടെയും മക്കളായിട്ട് ഞങ്ങൾ ജനിച്ചതേ ഈശ്വരനോട് ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. എന്നിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടി? കുഞ്ഞുനാളിൽ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അടിച്ചു പൊളിച്ചു പോലും. ഇപ്പോഴോ പൊളിച്ചടുക്കുക. ഞങ്ങളുടെ ജീവിതവും പരീക്ഷണം തന്നെ. അതും കേൾക്കേണ്ടി വന്നു. ഇതിനൊക്കെ എന്ത് പാപവും ഞാൻ ചെയ്തതിന്റെ ഈശ്വര. മുജ്ജന്മ പാപം എന്നൊക്കെ പറയാറില്ലേ? കഴിഞ്ഞ ജന്മത്തിലേ അമ്മ എന്തോ കടുത്ത പാപം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലം ഞങ്ങളും കൂടി അനുഭവിക്കുക. അത് തന്നെ. എന്റെ മോളെ കാണണം. എന്റെ മോളെ എന്റെ മോളെ ശിവരാമേട്ടാ, എന്തായി കാണിക്കുന്നേ? ഇതുവരെ എണീറ്റില്ലേ? എന്തു പറ്റി? അമ്മേ, 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 നേരം വെളുത്തു. എന്തു പറ്റി? പനിയുണ്ടോ? അയ്യോ, നല്ല ചൂടാണല്ലോ. സാരില്ല. വേണ്ട, എണീക്കണ്ട, കിടന്നു. മനീഷേട്ടാ. കുഴപ്പമില്ല, എനിക്കൊന്നുമില്ല. ആര് പറഞ്ഞു ഒന്നുമില്ലാന്ന്? നല്ല പോലെ പനിക്കുന്നുണ്ട്. അമ്മ ഇവിടെ ഇരുന്നേ. മനീഷേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. വിളിക്കണ്ട, അവൻ ഉറങ്ങിക്കോട്ടെ. അമ്മ ഇവിടെ ഇരിക്കേ. മനീഷേട്ടാ. എന്താടി രാവിലെ? ദേ, അമ്മയുടെ ദേഹത്ത് ഭയങ്കര ചൂട്, നല്ല പനിയുണ്ട്. ഒന്നുമില്ല മനീഷേ, ഇവള് വെറുതെ. എന്താ അമ്മേ? അയ്യോ, ടെമ്പറേച്ചർ ഉണ്ടല്ലോ. ആശുപത്രി പോവാ മനീഷേട്ടാ, അതാ നല്ലത്. എന്തിനാ ആശുപത്രിയിലൊന്നും പോകണ്ട, ശകലം കഴിയുമ്പോ മാറും. മാറിയില്ലെങ്കിലോ? ഇനി പനി കൂടുന്നതിന് മുൻപ് ആശുപത്രി പോവാം. മനീഷേട്ടൻ ഒരു ഓട്ടോ വിളിച്ചോണ്ട് പോവാ, അല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ച് പറയാം ഓട്ടോയും കൊണ്ടുവരാൻ. വേണ്ട, പറയുന്നത് കേൾക്കമ്മേ.
എനിക്ക് ശകലം ചൂടുവെള്ളം കിട്ടിയാ മതി. നീ അടുക്കളയിലേക്ക് ചെല്ലേ. ചുക്കാപ്പി ഇടാ ഞാൻ എന്നാ. കുറച്ച് തുളസിയില പറിച്ചിടുവാ മനുഷ്യട്ടാ. ദാ എന്നാടി. അമ്മ എന്തിനാ എണീറ്റ് വന്നത്? അവിടെ കിടന്നാ പോരായിരുന്നോ? കാപ്പി ഞാൻ അങ്ങോട്ട് കൊണ്ടുവരില്ലേ? കിടന്നാൽ അങ്ങ് കിടന്നു പോവും. ദാ ചൂടോടെ ഇതങ്ങ് കുടിച്ചേ. നല്ല ചൂടുണ്ട് കേട്ടോ. എരിവ് കൂടുതലാണോ അമ്മേ? കുരുമുളക് ഞാൻ ശരിക്കും ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല. തലവേദനയുണ്ടോ? ചെറുതായിട്ട്. എടി, ഇന്നലെ ചാറ്റൽ മഴ നനഞ്ഞ എന്റെ പനിയാ. അമ്മ ഇത് കുടിച്ചിട്ട് റെഡിയാവ്, നമുക്ക് ആശുപത്രി പോവാം. വേണ്ട ലൈലേ. എന്ന് പറഞ്ഞ പറ്റത്തില്ല. സുഖമില്ലാതെ വന്ന ഡോക്ടറെ കാണണ്ടേ? എനിക്ക് അങ്ങനെ അസുഖമൊന്നും തോന്നുന്നില്ല. ചൂടുവെള്ളം ചെല്ലുമ്പോഴേ ശരീരം ഒന്ന് വേർക്കും. അതോടെ പനി മാറും. അമ്മ ഇങ്ങനെയൊക്കെ പറയും. മനുഷ്യട്ടാ, നമുക്ക് ആശുപത്രി കൊണ്ടുപോവാ. ഞാനും അതാ ആലോചിച്ചത്. പനി കൂടിയാ പിന്നെ പ്രശ്നം. പകർച്ച പനിയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പണിയാവും. ഞാൻ പോയി വണ്ടി വിളിക്കാം. ഞാൻ ആശുപത്രിയിലേക്ക് വരുന്നില്ല. അതിനുവേണ്ടി വണ്ടി വിളിക്കണ്ട. ഹാ, അമ്മ ഇങ്ങനെ നിർബന്ധം പിടിക്കല്ലേ. അത് കൊള്ളാം. ഇതൊരു മധുര വാശി പോലെയാണല്ലോ. ആ, വാശിയ. വണ്ടി വിളിക്കാനും ആശുപത്രി കൊടുക്കാനുള്ള കാശ് നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടോ മനുഷ്യ നിന്റെ കയ്യിൽ പൈസ? അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. എവിടുന്നാ? ആരുടെങ്കിലും കടം വാങ്ങിക്കും. അങ്ങനെ നീ പിച്ചെടുത്ത കാശുകൊണ്ട് എന്റെ പനി മാറണ്ട. അമ്മേ, നിന്റെ വീട്ടിൽ വിളിച്ച് പറയാന്നില്ലേ? വേണ്ട, എന്റെ പനി താനെ മാറിക്കോളൂ. ആശുപത്രി പോയി ചികിത്സിക്കാനുള്ള യോഗമൊന്നും സുമിത്രയ്ക്കില്ല. കുറച്ച് കഴിയുമ്പോ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി കൂടി തരണം. മനുഷ്യട്ടാ, കരയുവാണോ? എന്താ ഇത്? ശകലം കഴിഞ്ഞ് കുറവില്ലെങ്കിൽ അമ്മയെ നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാം. മനീഷട്ടാ, എന്നാലും പെറ്റമ്മയ്ക്കൊരു പനി വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ കഴിയില്ലാത്തവനായി പോയലോടി ഞാൻ. വല്ലാത്ത ഗതികേട് തന്നെ. എടി, ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നതാ. ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാതെ മനീഷട്ടാ. ഞാൻ ചായ ഇടാം. എടി, ചായയൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്. എന്താ? വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ പോകണം. അതാണ് അതിൻ്റെ ശരി. തൽക്കാലം നിന്റെ കമ്മലൊന്നും ഇങ്ങോട്ട് താ. പണയം വെച്ചിട്ട് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാം. നീ എന്താ ആലോചിക്കുന്നേ? എടി, സ്വർണ്ണ കമ്മലിനേക്കാൾ വലുതല്ലേ അമ്മ? എനിക്കങ്ങനെയാ. അമ്മ തന്നെയാ വലുത്. പക്ഷെ മനീഷേട്ടനോ? എന്നാ പിന്നെ പണയം വെക്കണ്ട അല്ലേ? സുമിത്രാന്റി, സുമിത്രാന്റിയെ ഞാൻ കല്യാണത്തിന് പ്രതീക്ഷിച്ചു.
അച്ഛനും അമ്മയും പനക്കിൽ വന്ന് ക്ഷണിച്ചതല്ലേ? മനഃപൂർവ്വം വരാതിരുന്നതല്ല, പറ്റിയില്ല. സുഖമല്ലേ സുമിത്രാൻ്റിക്ക്? ക്ഷീണിച്ചിട്ടുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹരി, ഭാര്യയുടെ പേരെന്താ? സുപ്രിയ. ചെമ്പരിക്കൽ വീട് പണി നടക്കുകയാണെന്ന് ആരോ പറഞ്ഞു കേട്ടു. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി തൃശ്ശൂരാണ് താമസം? അല്ല, ഞാൻ പോയി വരിക. അതെന്താ? ജോലി സ്ഥലത്തൊരു വീട് വാടകയ്ക്കെടുക്കുന്നല്ലേ സൗകര്യം? ആലോചിച്ചില്ല. നന്ദന നിങ്ങളുടെ കല്യാണത്തിനുണ്ടായിരുന്നോ? ഇല്ല. ക്ഷണിച്ചില്ലേ? ഞാനും അമ്മയും കൂടിയാ വീട്ടിൽ പോയി ക്ഷണിച്ചത്. പെട്ടെന്നെന്തോ യാത്രയോ മറ്റോ വന്നിട്ട് അയാൾക്ക് എന്തായാലും കല്യാണത്തിന് വരാനായില്ല. ഹരിപ്രസാദിന് ഇപ്പോഴും പഴയ വിരോധം ഞങ്ങളോടുണ്ടോ? ഞങ്ങളോടെന്ന് വെച്ചാ എന്നോട്. പഴയ വിരോധോ? എന്താ ആന്റി? മനസ്സിലായില്ലേ? ആന്റി സൂചിപ്പിക്കുന്നത് നന്ദനയുടെ കാര്യമാണെങ്കിൽ അതിന്റെ പേരിൽ എനിക്ക് നിങ്ങളോട് അന്നും വിരോധമില്ല, ഇന്നുമില്ല. വിഷമമുണ്ട്. ഒരളവോളം സുമിത്ര ആന്റിയുടെ സഹതാപമുണ്ട്. ദേഷ്യപ്പെട്ടാലും വേണ്ടില്ല, ആരുടെയും സഹതാപം എനിക്ക് വേണ്ട. ആന്റി വിരോധമുണ്ടോന്ന് ചോദിച്ചല്ലോ, എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഭാര്യ വെളിയിലൊക്കെ പഠിച്ചതല്ലേ? രേണുകച്ചി അങ്ങനെ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. അയാൾ വളർന്നൊക്കെ ഗൾഫിലാ. സുപ്രിയയുടെ പഴയ കൂട്ടുകാരൻ ഇപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ടോ? അതോ അവളെ കാണാൻ വരാറുണ്ടോ? എന്താ നോക്കുന്നേ? ഭാര്യ അവളുടെ പഴയ കാമുകനുമായി ഇപ്പോഴും ബന്ധം തുടരുന്നുണ്ടോന്നാ ചോദിച്ചത്. സുപ്രിയക്ക് പഴയ കാമുകനോ? അതാരാ? ആ കഥയൊന്നും ഹരിപ്രസാദിന് അറിയില്ല? അന്വേഷിക്കാതെയാണോ കല്യാണം കഴിച്ചത്? ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെ ആരെങ്കിലും ഉള്ളതായി എനിക്കറിയില്ല. ഒരു പെൺകുട്ടിയെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞ് അതിനെ തെറ്റുകാരിയാക്കുന്നില്ല. പക്ഷെ ഭാര്യയ്ക്ക് അത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നതായി സൂചിപ്പിച്ചപ്പോഴേ ഇയാളുടെ മുഖം മാറി. ആകെയൊന്ന് വിളറി. ഉള്ളിലെ ഞെട്ടല് മുഖത്ത് എനിക്കും കാണാൻ കഴിഞ്ഞു. സ്വാഭാവികമാണിത്. സ്ത്രീയായാലും പുരുഷനായാലും അതങ്ങനെയാ. സുപ്രിയയ്ക്കില്ലാത്തൊരു ബന്ധത്തെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോ ഹരി ഞെട്ടി. ആ സ്ഥിതിക്ക് സ്വന്തം ഭാര്യയ്ക്കുണ്ടായിരുന്നൊരു ബന്ധത്തെപ്പറ്റി അറിയുമ്പോ ഉദയവർമ്മ ഞെട്ടാതിരിക്കോ? ഉദയവർമ്മ ആരാണെന്ന് പിടികിട്ടിയോ? നന്ദനയുടെ ഭർത്താവ്. സുമിത്ര ആന്റി എന്തിനാ ഇങ്ങനെ പുതിയ ഓരോ കഥ സങ്കല്പിച്ചുണ്ടാക്കുന്നത്? പുതിയ കഥയാണോ അതോ പഴയ കഥയുടെ ബാക്കിയാണോ എന്നാണ് എനിക്കറിയേണ്ടത്. നിങ്ങളുടെ സംശയം എന്താണെന്ന് തുറന്നു ചോദിക്കുക, ഞാൻ മറുപടി പറയാം. ഹരിപ്രസാദ് ഇപ്പോഴും നന്ദനെ കാണാറുണ്ടോ? ഉണ്ട്. എന്തിന്? അവൾ ഉദയവർമ്മയുടെ ഭാര്യയാണ്. അതുകൊണ്ട് ലോകത്തിൽ മറ്റാരും നന്ദനയെ കാണാൻ പാടില്ല എന്നുണ്ടോ? മറ്റുള്ളവരെ പോലെ അല്ല നീ. ഇനിയും അവളെ ജീവിക്കാൻ വിട്ടൂടെ നിനക്ക്? ഞാൻ നന്ദനയുടെ ജീവിതത്തിൽ ഒരു തടസ്സമല്ല, തടസ്സമാവുകയില്ല. ആന്റി കരുതുന്ന പോലെ ഉദയവർമ്മ പുതിയതൊന്നും കേട്ട് ഞെട്ടാനൊന്നും പോകുന്നില്ല. കാരണം നന്ദനെ ഞാനുമായിട്ടുള്ള ബന്ധത്തിന്റെ സത്യം അയാൾക്കറിയാം. അതൊരു നല്ല സൗഹൃദമാണെന്ന് തിരിച്ചറിയാനുള്ള സെൻസ് ഉണ്ട് ഉദയവർമ്മയ്ക്ക്. എനിക്കറിയേണ്ടത് ആ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണോ നീ നന്ദനെ കാണുന്നതെന്നാ. നന്ദനയ്ക്ക് ഈ ഒളിച്ചുകളിയിൽ പങ്കുണ്ടോ? ഉണ്ടോന്ന്? ആരോ പറഞ്ഞു തന്ന നോൺസെൻസ് കേട്ടിട്ട് സുമിത്രാന്റി എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ പറഞ്ഞ പോലെ നന്ദന ഇപ്പൊ ഉദയവർമ്മയുടെ ഭാര്യയാണ്. ആ ഓർമ്മ ആന്റിക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് വാക്കുകൾക്ക് അളവും അതിരും കൽപ്പിക്കണം. നന്ദനെ ഞാൻ ഒരിക്കൽ സ്നേഹിച്ചിരുന്നു, എന്നും സ്നേഹിക്കുന്നു, എന്നും സ്നേഹിക്കുകയും ചെയ്യും. പക്ഷെ അന്നത്തെയും ഇന്നത്തെയും സ്നേഹത്തിന്റെ മാനം അതൊന്നല്ല. അത് നന്ദനയ്ക്കറിയാം. ആരുടെ എതിർപ്പിനെയും അവഗണിച്ച് നന്ദിനെ എനിക്ക് സ്വന്തമാക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം വരാൻ അയാളും തയ്യാറായിരുന്നു. അത് ഒഴിവാക്കിയത് ത്യാഗമൊന്നുമല്ല, പലരെയും നോവിക്കേണ്ടത് കരുതിയിട്ടാ. ഇന്ന് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാ. അത് ഉദയവർമ്മയ്ക്കറിയാം. മറ്റാരെയും അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ആരും അത് ബോധ്യപ്പെട്ട് സർട്ടിഫിക്കറ്റ് തരണമൊന്നുമില്ല. ഇനിയെങ്കിലും സുമിത്രാന്റെയും നന്ദിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിൽ അയാളുടെ വളർത്തമയല്ലേ.